കഴിഞ്ഞ സൺഡേ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് മക്കളൊക്കെ ഉറക്കിയതിന് ശേഷം കുറച്ച് സ്നാക്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു ഫിലിം കാണാൻ വേണ്ടി ഇരുന്ന കേട്ടോ. ഒരു ടിപ്പിക്കൽ പ്രേതകഥ ആയതുകൊണ്ട് തന്നെ ഇത് കാണാമെന്ന് കരുതി. രാത്രിയൊക്കെ കാണാൻ തന്നെ പേടിയായാലോ. അങ്ങനെ ആ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നിയതാണ് ഇന്ന് വൈകിട്ട് ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്നുള്ളത്. കാരണം കേശക്ക് വയ്യാതായതിന് ശേഷം ഞങ്ങളങ്ങനെ എണ്ണക്കടികളോ സ്നാക്സ് കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഓൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ടുണ്ട് ഹസ്ബൻഡൊക്കെ പറയുന്നത് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാരണം വെച്ചിട്ട് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഉള്ളിവട. ഇപ്പം കഴിച്ച് വലിയ കുഴപ്പമില്ലാന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിലുള്ള ഉള്ളിവട ഉണ്ടാക്കാൻ ഞാനിതാ അവിടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നതിൻ്റെ ശേഷം കേട്ടോ പഠിച്ചത്. അല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കൂടി ഒരു മിക്സഡ് സംസ്കാരമായി മാറൂലേ. പക്ഷേ രണ്ടെന്നും ഏറ്റവും നല്ലത് എടുക്കുക എന്നുള്ളതാണ് വലിയ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഉള്ളിവടയിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 ഉള്ളിവട ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സ്ലൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായിട്ട് ഞരടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം നന്നായിട്ട് കുത്തിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് മാക്സിമം കുഴച്ച് അതിൻ്റെ നീര് ഉണ്ടില്ല, ആ നീര് നമുക്ക് ഒഴിവാക്കണം. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കിട്ടും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മൈദ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കായപ്പൊടി. ഉള്ളിവടന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിയാണ് കൂടുതൽ നിൽക്കേണ്ടത്. കണ്ടില്ലേ, പൊടികളൊക്കെ ഇതൊന്ന് ജസ്റ്റ് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. അപ്പം നിങ്ങൾ എത്രത്തോളം ഉള്ളി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് കുഴച്ചിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും പൊടി കൂടുതൽ എടുക്കരുത്. ഇനി ഇതുപോലെ കൈവച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇഷ്ടമുള്ളതല്ല ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ബോൾസ് ആക്കി പരത്തി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും കോരിയിട്ട് ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ കോരി മാറ്റാം. അങ്ങനെ 3 ഉള്ളി വെച്ചിട്ട് എനിക്ക് ഇത്രയും ഉള്ളിവടയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ചെറിയ മീഡിയം സൈസാണ് കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന വലിയ ടൈപ്പ് ഉള്ളിവട ഒന്നല്ല. നമുക്ക് ആ ഒരു രീതിയിലും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് കുറേ സമയം വെച്ചിട്ട് ഉൾഭാഗം വേവിച്ചെടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സൈസ് തന്നെ മതി കേട്ടോ. ഇനി നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെ കുറച്ച് സോസ് മുക്കി കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഈ രീതിക്ക് ഉള്ളിവട ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.